ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഈ ഫയർഫോഴ്സ് എല്ലാം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്നതിൻ്റെ സമീപത്തുള്ള ഈ ഒരു പാടത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പാടമുള്ള പ്രദേശത്താണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഈ സുരക്ഷാ നടപടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ശബ്ദം ഇപ്പോഴും കേൾക്കാം. പുകച്ചുരുൾ ഉയരുന്നത് ഇപ്പോഴും കാണാം. ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പലയിടങ്ങളിലായി തീ കത്തുന്നു, പുക ഉയരുന്നു. ഈ വെടി ശബ്ദങ്ങൾ, ഇതിൻ്റെ പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്നായി പുക ഉയരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്, ഈ പാടത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പൈപ്പിട്ട് വെള്ളമടിച്ച് ആ പ്രദേശങ്ങളിലുള്ള തീ കെടുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമുണ്ട്. ഇതൊരു പാടപ്രദേശമായതിനാൽ തന്നെ ആ പ്രദേശം, ഈ ഒരു വഴിയുടെ മുൻഭാഗം മുഴുവൻ തീ പിടിച്ചത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വാഹനം എത്തിക്കാനടക്കം ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല സുരക്ഷാ മാനദണ്ഡം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു പാടത്തേക്ക് ഫയർ എഞ്ചിൻ എത്തിച്ച് ഇവിടെ നിന്നും പൈപ്പിട്ട് ആ ഒരു പ്രദേശത്ത് വെള്ളമടിച്ച് ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് തീ കത്തുന്നുണ്ട്. ഇപ്പോഴും പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ നിന്നും ഈ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും ഇപ്പോഴും അതിന് ഒരു അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പലയിടങ്ങളിലും തീ ഇപ്പോഴും കത്തുന്നത് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫയർ എഞ്ചിൻ ഈ ഒരു പാടത്ത് വെച്ച് അങ്ങോട്ടേക്ക് പൈപ്പിട്ട് ആ ഒരു പ്രദേശത്ത് തീ അണയ്ക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങോട്ടേക്ക് പൈപ്പിട്ട് ഈ ഒരു പ്രദേശം കൂടി തീ അണയ്ക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചാൽ ഈ വലിയ ഒരു ഭാഗം അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ എന്നാലും അങ്ങിങ്ങായി ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ പ്രധാന വസ്തുക്കളെല്ലാം തന്നെ നേരത്തെ തന്നെ കത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയും ചില പൊട്ടാത്ത പടക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ അത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ബാക്കിയുണ്ട്. അതാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട ഇങ്ങനെ ഇപ്പോഴും ആ ശബ്ദം കേൾക്കുക. അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസിലാണ്. 6 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലരുടെയും ശരീരങ്ങൾ വളരെ വികൃതമായി അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത്. ചാക്കിൽ കയറ്റി, ആംബുലൻസിൽ കയറ്റിയാണ് പല മൃതദേഹങ്ങളും ഇവിടെ നിന്നും കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ ഒരു ദുരന്തം എന്ന് തന്നെ വേണം പറയാൻ. കാരണം വർഷങ്ങളായി ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്ന വാർത്ത ചിത്രീകരിക്കുന്നതാണ്, വാർത്ത എടുക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വലിയ ഒരു ദുരന്തം, ഇന്ന് രാവിലെ കൂടി വന്ന ഇവിടെ വാർത്ത എടുത്ത് മടങ്ങിയതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് യാതൊരു കാരണവശാലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉടമയായ സതീശൻ ഉണ്ടായിരുന്നു, അദ്ദേഹം അടക്കം മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ദേവസ്വത്തിൻ്റെ ചില വ്യക്തികളൊക്കെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നത് ഇനിയും വ്യക്തത വരാനുണ്ട്. ചില ആളുടെ നില അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഉയരുമെന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. എന്തായാലും നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് ആരും ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലായിരിക്കുന്നു. ആ ഒരു വലിയ ഒരു വെടിപ്പുരയായിരുന്നു അത്. പല ഭാഗങ്ങളിലായി ഈ ഓലപ്പടക്കവും അതുപോലെ ഗുണ്ട് അമിട്ട എല്ലാം നിർമ്മിക്കുന്ന പല ഭാഗങ്ങളിലായി ഷീറ്റ് കെട്ടി, ഓല കൊണ്ടും ഷീറ്റ് കൊണ്ടും ഒക്കെ കെട്ടി ഉണ്ടാക്കിയ വെടിപ്പുരയായിരുന്നു. അത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ഇനി അവിടെ അതിൻ്റെ അവശേഷിപ്പുകൾ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ പൂർണ്ണമായി കത്തിച്ചാരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും തീ കത്തുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ തീ അണയ്ക്കാൻ പറ്റി. പക്ഷേ ഈ ഒരു പല സ്ഥലങ്ങളും ചെറിയ രീതിയിൽ തീ ഉള്ളത് വീണ്ടും പടർന്ന് ഈ പൊട്ടാതെ ഇരിക്കുന്ന വെടിക്കോപ്പുകൾക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും സ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ആളുകൾ ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ചില നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ അപകടസ്ഥിതി തുടരുന്നതിനാൽ തന്നെ അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ഇത്രയും സമയമായിട്ടും ഇപ്പോഴും ഈ സ്ഫോടനം ഇവിടെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ചില ഇടവേളകളിൽ പല ഭാഗങ്ങളിൽ നിന്നായി പൊട്ടിത്തെറികൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത്രത്തോളം വെടിക്കോപ്പുകളാണ് ഇതിനകത്ത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, അത് സാമ്പിൾ വെടിക്കെട്ടിനും
മെയിൻ വെടിക്കെട്ടിനും ഉപയോഗിക്കുന്ന കരിമരുന്നുകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ആ മരുന്നുകൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്യുന്ന പ്രദേശമാണ് ഒന്നടങ്കം കത്തി നശിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആഘാതം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം പ്രകമ്പനം ആ ഒരു പൊട്ടിത്തെറിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം കരിമരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഈ വെള്ളമടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തീ ഉള്ള സ്ഥലത്ത് കുറച്ച് പ്രദേശത്ത് ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രദേശം കൂടി അണയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഈ പാടത്ത് വാഹനമിട്ട് പൈപ്പ് അങ്ങോട്ടേക്ക് ഇട്ട് ആ ഒരു പ്രദേശത്ത് കൂടി വെള്ളമടിക്കുന്നത്. 2 പ്രദേശങ്ങളിലായി വെള്ളമടിക്കുന്നത് കാണാം. ഇതുകൂടി പൂർത്തിയായാൽ ഒരുപക്ഷെ ആ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം പരമാവധി സ്ഥലങ്ങളിലെല്ലാം തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളും തീ അണച്ചിട്ടുണ്ട്. ഇനി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീ പടരുന്നുണ്ട്. അത് അണയ്ക്കാൻ വേണ്ടിയാണ് ഈ പാടത്തു നിന്നും ഇപ്പോൾ പൈപ്പ് അങ്ങോട്ടേക്ക് ഇട്ട ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെള്ളമടിച്ച് ആ ഒരു ബാക്കിയുള്ള കത്തുന്ന തീ കൂടി പൂർണ്ണമായും അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇത്രയും കാലമായിട്ടും വർഷങ്ങളായി വെടിക്കെട്ട് നടക്കുന്നു, വർഷങ്ങളായി വെടിക്കോപ്പുകളുടെ നിർമ്മാണം നടക്കുന്നു, തിരുവമ്പാടിയുടെ വെടിക്കോപ്പുകളുടെ നിർമ്മാണം വർഷങ്ങളായി നടത്തുന്ന മുണ്ടത്തിക്കോടിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവം, ഇത്തരത്തിൽ ഒരു ഭീകരമായ സംഭവം ഉണ്ടാകുന്നത്, വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഇതിൻ്റെ പ്രദേശത്തൊക്കെ ആളുകളുണ്ട്, അവരൊക്കെ വലിയ ഭൂമികുലുക്കമാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള വലിയ പ്രകമ്പനവും വലിയ ശബ്ദവും ഒക്കെ കേട്ട് ഞെട്ടി ആണ് ഇന്ന് വൈകിട്ട് പുറത്തേക്ക് വന്നത്. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയുണ്ടായി. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, നാട്ടുകാരെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും പൊട്ടിത്തെറികളുടെ ശബ്ദം കേൾക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നടുക്കത്തിലാണ്.